ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AtoZ മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൈനാപ്പിളും അരിയും കൊണ്ട് നല്ലൊരു ലഡുവാണ് ഉണ്ടാക്കുന്നത്. നല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ വേണം. ഞാനിവിടെ പുഴുങ്ങൽ അരിയാണ് എടുത്തത്. ഇത് റേഷൻ അരിയാണ് കേട്ടോ. ഇതൊരു 2 ഗ്ലാസ്സോളം അരി ഉണ്ടാവും. ഇത് ഫസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അരി വറുത്തെടുക്കണം. ഇതിലേക്കൊരു 5-6 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം പൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അരി ഇപ്പം നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ് കേട്ടോ ഇത്. ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടുന്ന ഒരു ലഡുവാണ്. കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ശർക്കര 150 ഗ്രാം, ഒരു തേങ്ങയുടെ പകുതി തേങ്ങ. ഫസ്റ്റ് സ്റ്റൗ ഓണാക്കി ഇതുപോലെ ഒരു പാൻ വെക്കും. അതുപോലെ വറുത്തിട്ട് അരി നല്ലോണം മിക്സ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കണം. പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഫസ്റ്റ് നമുക്ക് പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഇത് മണ്ണൊന്നുമില്ലാതെ ശർക്കരയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഉരുക്കി അരിച്ച് ചേർത്താലും മതി കേട്ടോ. നല്ല ശർക്കരയെല്ലാം അത് നല്ലോണം ഉരുകി നല്ലോണം മിക്സായി കിട്ടണം. ഇതുവരെ നമുക്ക് ഇത് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതിൽ നിന്ന് തന്നെ ശർക്കരയിൽ നിന്നും പൈനാപ്പിളിൽ നിന്നും നല്ലോണം ഇതുപോലെ കണ്ടോ. അപ്പോൾ നല്ല ആ പൈനാപ്പിളിൽ ആ ശർക്കരയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ നല്ലോണം ഒന്ന് വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ഇതുണ്ടാക്കുന്നത് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആമസോണിൽ നിന്ന് വാങ്ങണമെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ ഇതുപോലെ നല്ലോണം ചിരകിയത് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതുപോലെ ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതുപോലെ അരി നല്ലോണം വറുത്ത് മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റേഷൻ അരിയാകുമ്പോൾ നല്ലോണം പൊരിഞ്ഞ് വരും കേട്ടോ. ഇല്ലെങ്കിൽ മട്ട റൈസ് എടുത്താലും മതിയാവും. നമുക്ക് ഇതിലേക്ക് എല്ലാ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. അതുപോലെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം. ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവറിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ലഡുവിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ.
ഈ ലഡു എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഇതുപോലെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.